ഹലോ ഗൈസ്, ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ഞങ്ങളിന്ന് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും കേശിക്കുട്ടനും ചേട്ടനും അല്ലെങ്കിൽ ഞാനും കൂടെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പാൽപ്പായസം കഴിപ്പിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് കൊട്ടാരക്കരയിലായിട്ടാണ്. കൊട്ടാരക്കര ബാങ്കിൽ വരെ പോകണം. നമുക്ക് സ്വർണ്ണം എടുത്തിട്ട് പുതുക്കി വെക്കേണ്ടതാണ്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നെയ്റോസ്റ്റും മസാല ദോശയും കേശിക്കുട്ടൻ ഇഡ്ഡലിയും വാങ്ങിച്ചു. പക്ഷേ കേശിക്കുട്ടൻ ഇഡ്ഡലി ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ചേട്ടൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഇഡ്ഡലി ഞാൻ കഴിക്കേണ്ടി വന്നു, എൻ്റെ ദോശ കേശിക്കുട്ടനും കഴിക്കേണ്ടി വന്നു. പിന്നെ അല്ല, വലിയ ഗോപുരം പോലത്തെ നെയ്റോസ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ട് കേശുവിനോട് ഈ ആമത്തോട് വിളിക്കാൻ ഇഡ്ഡലി കഴിക്കാൻ പറഞ്ഞാൽ കേശുക്കുട്ടൻ കേൾക്കുമോ? അങ്ങനെ അവിടെ എപ്പോൾ ഞങ്ങൾ പോയാലും എൻ്റെ കേശുക്കുട്ടൻ ഈ മീനുകളോട് കാര്യം പറയുന്നത് പതിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊട്ടാരക്കര SBIയിൽ ചെന്നു. ബാങ്ക് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നതാണ് ഗൈസ്. ആറ്റുകാല പൊങ്കാലയ്ക്ക് തിരി കൊളുത്തുകയും ചെയ്തു, പൊങ്കാല കഴിയുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങൾ പോയ കാര്യങ്ങൾ നടക്കാഞ്ഞത് ഞങ്ങളവിടെ പോസ്റ്റായിരുന്നു. ലാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വർണ്ണമൊക്കെ വീണ്ടും ഞങ്ങൾ എടുത്തിട്ട് പുതുക്കി വെച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് അക്കൗണ്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് അവിടെ പോസ്റ്റായി പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 1 മണിയോളമായി. പിന്നെ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഫുള്ള് TV-യിൽ കണ്ടു. ഒരു പ്രാവശ്യം എനിക്ക് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആറ്റുകാലിലായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിന്നെ കേശുക്കുട്ടൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി അവിടെ കളിച്ചുമൊക്കെ അവനും സമയം കഴിച്ചു ഗൈസ്. ലാസ്റ്റ് ചേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പം ആൾക്കാർ പോകുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള സർപ്രൈസ് ഇതായിരുന്നു. തലേന്ന് ബാങ്കിലേക്ക് ചേട്ടൻ മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എന്നെയും കൂടി വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ഇത് തരാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ കൊലുസാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് പലർക്കും ഒരു 90% പെൺകുട്ടികൾക്കും കൊലുസൊരു വീക്ക്നെസ് ആണല്ലേ. ഇതും ഞാൻ അങ്ങനെ എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് സ്വർണ്ണം ഉപകരിക്കണമല്ലോ. അപ്പോൾ പണയം വെക്കാൻ ചോദിച്ചാൽ ഞാൻ വീണ്ടും കൊടുക്കും. എന്തായാലും ചേട്ടൻ എനിക്കിത് എടുത്തു തന്നു. അങ്ങനെ കേശുക്കുട്ടൻ വീണ്ടും ചേട്ടൻ്റെ മടിയിൽ കിടന്നുറങ്ങി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കേശുക്കുട്ടനെ നിറച്ച് പായസവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.